ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ 2 റെസിപ്പീസ് ആയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ 2 വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തൂരി മഷ്റൂം അതാണ്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ ടിക്ക. ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷസ്. അപ്പോൾ ഇത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഡിന്നറിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഡിഷാണ്. യൂഷ്വലി ഡിന്നറിന് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം കാട്ടിക്കൂട്ടിയായിരിക്കും ഞാൻ ഡിന്നർ ഉണ്ടാക്കുന്നത്. എളുപ്പമാണല്ലോ, ഇതൊരു റൊട്ടീൻ. ആ ഒരു ഗ്രീൻ ചട്നി ഉണ്ടെങ്കിൽ നമുക്കത് മതി. കൂടുതൽ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഇതിൻ്റെ മസാലയും ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ നേരെ അധികം കുക്കിംഗ് ടൈമും വേണ്ട. നമ്മളായിട്ട് നിന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. OTGയിലേക്ക് നേരെ കയറ്റി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ സാധനം റെഡി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം സേവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും ഞാൻ എപ്പോഴും ഡിന്നറിന് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം മഷ്റൂംസ് ആണ്. അപ്പോൾ ഇതിൽ 10ഓളം ഒരു മീഡിയം സൈസ് മഷ്റൂംസ് ഉണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ തന്തൂരിയുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഇത് ഞാൻ കശ്മീരി ചില്ലിയും മറ്റേ മുളകും കൂടെ 2 മുളകും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. അപ്പോൾ കളറും കിട്ടും, എരിവും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണ്, ഒരു ഹീപ്ഡ് അല്ല, ഒരു സ്പൂൺ ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം കൊറിയാൻഡർ പൗഡർ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 സ്പൂണോളം ചാട്ട് മസാല അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 സ്പൂൺ കേർഡ്. ഇത് ഞാൻ നല്ല സെറ്റ് കേർഡാണ് മേടിച്ചിരിക്കുന്നത്. മറ്റേ നോർമൽ വെള്ളം പോലെ ഇരിക്കുന്ന കേർഡല്ല. എന്നാൽ ഇത് നന്നായിട്ട് മിക്സ് ബൈൻഡ് ആയിട്ട് വരുള്ളൂ. മറ്റേ നോർമൽ കേർഡാണെങ്കിൽ, ഇപ്പം നമ്മൾ മിൽമയുടെ ഒക്കെ കേർഡ് മേടിക്കുകയാണെങ്കിൽ അത് വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മളതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര വെള്ളമായിരിക്കും. ഇത് നമ്മൾ സെറ്റ് കേർഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബൈൻഡ് ചെയ്തായിരിക്കും ഇരിക്കുക. അപ്പം നമുക്ക് ആ ഒരു മസാല തന്നെ ഒരു നല്ലൊരു കോട്ടിംഗ് ആവും ഈ മഷ്റൂംസിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ സെറ്റ് കേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ, മിൽക്കി മിസ്റ്റിൻ്റെ. ഇനി ഒരു അരയല്ല, കുറച്ചുകൂടെ അരേക്കാല് ഞാൻ താഴ്ത്തിയാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു അരമുറി എന്ന് തന്നെ പറയാം. അരമുറി ലൈമാണ്, അതും നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കാം, അതിൻ്റെ ജ്യൂസ്. ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ആഡ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇത് കൈകൊണ്ട് തന്നെയാണ് മാരിനേറ്റ് ചെയ്യുന്നത്. കാരണം സ്പൂൺ വെച്ച് മാരിനേറ്റ് ചെയ്താൽ എനിക്കെന്തോ ഒരു തൃപ്തി കിട്ടത്തില്ല. അപ്പം ഞാൻ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ആ സെറ്റ് കേർഡ് ആയതുകൊണ്ടാണ് ഇത് ആ ഒരു നല്ല പോലെ കട്ടിക്കാണ് ഇതിൻ്റെ മസാല വന്നേക്കുന്നത്. അത് മാത്രമല്ല ഈ മഷ്റൂംസിൻ്റെ ഇതിൽ ഒരു നല്ലൊരു കോട്ടിംഗ് ആയിട്ട് വരും. നമ്മുടെ നോർമൽ കേർഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും ആ സെറ്റ് കേർഡ് മിൽക്കി മിസ്റ്റിൻ്റെ മേടിച്ചിട്ട് അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഒരു എത്ര നേരം വെക്കുന്നോ, ഒരു മിനിമം 1 hour വെക്കണം. പക്ഷെ എനിക്ക് അത്രയും സമയമില്ലാത്തത് കൊണ്ട് ഞാനൊരു 20 minutes ചെയ്ത ഒരു മാരിനേഷന് വേണ്ടി വെക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് ഓവർനൈറ്റ് വെക്കണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം. പക്ഷെ ഇത് മഷ്റൂം ആയതുകൊണ്ട് ചിലപ്പം വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങാം. അതുകൊണ്ട് മഷ്റൂംസ് ഒക്കെ ഒരു മാക്സിമം 1 hour അല്ലെങ്കിൽ 2 hours ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നല്ല രീതിക്ക് അതിൻ്റെ ആ മസാലയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി കിട്ടും. ഇപ്പം ഞാനിപ്പോൾ 20 minutes മാത്രമേ വെക്കുന്നുള്ളൂ. ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇത് ഫുള്ള് നല്ല പോലെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിനി നമ്മൾ സ്ക്യൂവറിൽ കുത്തിയിട്ടായിരിക്കും നമ്മൾ OTGയിൽ വെച്ച് ഗ്രിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ചട്നിയും കൂടെ ഉണ്ടാക്കാം. അപ്പം ഇനി ഇതിൻ്റെ ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സി എടുക്കാം. മിക്സിയിലേക്ക് ഞാൻ പുതിന, മല്ലിയില ഇത് രണ്ടും ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ചില്ലി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഞാൻ ഒരു കൈപ്പിടിക്കുള്ള മല്ലിയിലയാണ് ഞാൻ, ഇല മാത്രം, തണ്ടൊന്നുമില്ല, ഇല മാത്രം. അതുപോലെ പുതിന ഇലയും അതിൻ്റെ എത്ര മല്ലിയില എടുത്തോ അതിൻ്റെ പകുതിയേ പുതിന എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും മിക്സിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ചില്ലി,
അതും ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു അരമുറി നാരങ്ങ അതും കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിന് മെയിനായിട്ട് ഈ ചട്നിയിൽ നമുക്കൊരു നല്ല പുളിപ്പ് കിട്ടണം. പിന്നെ ആ ഒരു മല്ലിയില പുതിനയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ എരിവ് പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ ഗ്രീൻ ചില്ലി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കപ്പ് തൈരും കൂടെ, ഇത് നല്ല വെള്ളം പോലെ ഇരിക്കുന്ന തൈരാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളം പോലെ ഇരിക്കുന്ന ചട്നി ആയതുകൊണ്ട് തന്നെ തൈര് എങ്ങനെ ആയാലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പം ഇനി ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചട്നി ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പച്ച കളറായിട്ട് നല്ല വെള്ളം പോലെ തന്നെ ഇരിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കി, ആവശ്യത്തിനുള്ള എരിവും അത്യാവശ്യം നല്ല പുളിയും ഉണ്ട്. അപ്പം ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാണ്. 20 മിനിറ്റ് ആയിട്ടില്ല. മഷ്റൂം ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതൊരു 20 മിനിറ്റ്സ് ആവുമ്പം നമുക്കിത് സ്ക്യൂറിലേക്ക് ഇടാക്കാം. ഇനി എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ OTGയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ആദ്യം ഒരു 180°C ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പം ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടുകയാണ്. അപ്പോൾ മാരിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്സ് കൂടുതലായിപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ക്യൂവേഴ്സ് എനിക്ക് OTG മേടിച്ചപ്പോൾ OTGയുടെ കൂടെ കിട്ടിയ സ്ക്യൂവേഴ്സ് ആണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പൊ തന്നെ ഇതിൽ നിന്ന് കുറച്ച് 20 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പൊ തന്നെ ഇതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മഷ്റൂമിൽ നിന്ന്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെ എല്ലാം നന്നായിട്ടൊക്കെ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഈ ഓരോരോ മഷ്റൂമായിട്ട് നമ്മൾ എടുക്കുക, സ്ക്യൂവേഴ്സിലേക്ക് ഇങ്ങനെ ഇട്ട് ഉള്ളൂ. ഇതിപ്പം ആകെ 10 മഷ്റൂംസേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചേക്കുന്ന ഒരു സ്ക്യൂറിൽ 5 വെച്ച് അങ്ങനെ കുത്തി 2 സ്ക്യൂവേഴ്സിലായിട്ട് എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ കണ്ടോ, എല്ലാം ഫുൾ കോട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. വീട്ടിലൊക്കെ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ നല്ല രീതിക്ക് ഫുള്ള് അതിൻ്റെ ആ ഒരു മസാലയെല്ലാം ഫുള്ള് നല്ല പോലെ കോട്ട് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ആ ഒരു ഗ്രില്ലിലേക്ക് മാറ്റാണേ. അപ്പം ഗ്രില്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അടുത്ത ബാക്കി 5 കൂടെ അടുത്ത സ്ക്യൂവറിലേക്ക് നമുക്ക് കയറ്റാം. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഇത് ഇങ്ങനെ അങ്ങ് കുത്തി തുളച്ച് കയറ്റിയാൽ മതി. പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലങ്ങനെ വലിയ എരിവോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പം ഇത് കൂട്ടി കഴിക്കുന്ന ആ ചട്നിക്കും അധികം എരിവ് ഒരൊറ്റ പച്ചമുളകല്ലേ ഇതാക്കിയിട്ടുള്ളൂ. ആ ഒരു അതിൻ്റെ എരിവൊക്കെ നമ്മൾ ആ ആഡ് ചെയ്ത കേർഡിൽ അതങ്ങ് പൊക്കോളും. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ ആണെങ്കിലും, പിന്നെ മഷ്റൂം അല്ലേ, അതും നല്ല ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിലും ഇതിങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ ചിക്കൻ പോലെയൊക്കെ തന്നെ ഗ്രില്ലായി വരുമ്പോൾ ഇരിക്കും. അപ്പോൾ കഴിക്കാൻ കുറച്ചുകൂടെ ഇഷ്ടമായിരിക്കും കുട്ടികൾക്കും. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് കുറച്ച് ഇതുപോലത്തെ ഇങ്ങനെ ഒരു അരപ്പ് വന്നിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഇത് ഗ്രില്ലായി വരുമ്പോൾ അതിൻ്റെ പുറത്തുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ, ഒരു സിലിക്കോണിൻ്റെ ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ ഓൾറെഡി OTG പ്രീ ഹീറ്റ് ചെയ്തിട്ട് അത് പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ OTGയിലേക്ക് കയറ്റാം. അപ്പോൾ ഇത് ഞാൻ OTGയിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. അങ്ങനെ OTG അടച്ചു. ഇനി ഇത് ഞാൻ 180°C ആണ്. ഇതിപ്പോൾ ഞാൻ ഒരു 200 ആക്കി കൊടുക്കുകയാണ്. 200°C ആക്കി. ഇനി ഇത് ഞാൻ ഇത് മോഡിട്ടിരിക്കുന്നത് മുകളിലും താഴെയുള്ള കോയിൽ വർക്ക് ആവണം, പ്ലസ് ഫാൻ വേണം. അപ്പം അതാണ് ഞാൻ മോഡിട്ടേക്കുന്നത്. ഇനി ഇത് ഒരു 10-15 മിനിറ്റ്സ് ഞാൻ ടൈം വെച്ചിട്ടുണ്ട്. ആക്ച്വലി അത്രയും വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും ഇടയ്ക്ക് ഞാൻ ഇനി ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഞാൻ തുറന്നിട്ട് ഞാൻ അതൊന്ന് ബാക്കിയുള്ള മസാലയും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കും. അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്രത്തോളം അത് കുക്കായിട്ടുണ്ട് എന്നുള്ളത്.
അങ്ങനെ ഗ്രില്ല് നമ്മുടെ തന്തൂരി മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തന്തൂരി മഷ്റൂം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഗ്രീൻ ചട്നി അതും കൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ് ഇതിൻ്റെ ആക്ച്വലി ഈ സ്ക്യൂവർ. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത്. ഈ നല്ല ജ്യൂസിയാണ് കേട്ടോ, നല്ല ജ്യൂസിയാ. നല്ല ലൈമിൻ്റെ ഒക്കെ ഒരു പുളിപ്പും ഇതൊക്കെ ഉണ്ട്. മസാല എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അതൊന്ന് വെറുതെ കഴിച്ചു നോക്കിയത്. ഇനി ഇത് ഈ ചട്നിയിൽ കൂടെ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് നോക്കാം. കണ്ണിന്നൊക്കെ വെള്ളം വരുന്നു ചൂട് കഴിച്ചിട്ട്. മഷ്റൂം നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഞാനിങ്ങനെ എടുക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് ആ വെള്ളവും വരുന്നുണ്ട്, എന്നാൽ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഇത് എനിക്ക് ശരിക്കും ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. യൂഷ്വലി ഞാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു എരിവും ഉണ്ട്. എന്നോട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അധികം സമയമൊന്നുമില്ല. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് OTG ഇല്ല എങ്കിൽ ഓവൻ മൈക്രോവേവ് ഓവനിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ നിങ്ങൾക്ക് പാൻ ഉണ്ടല്ലോ, ആ പാനിൽ കുറച്ച് എണ്ണ, അതായത് ഒലിവ് ഓയിലോ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് ഈ സ്ക്യൂർ എന്തെങ്കിലും വെച്ചൊന്ന് അങ്ങനെ മറിച്ചും തിരിച്ചും എടുത്താലും മതി. ആ ഒരു ഗ്രില്ലിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അങ്ങനെ കിട്ടില്ല. അത് ഇതുപോലെ എന്തെങ്കിലും ഡ്രൈ ആയിട്ടൊക്കെ എടുത്താലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ബട്ട് അങ്ങനെ നമുക്ക് ഈ ഒരു റെസിപ്പി വെച്ച് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമുള്ളൊരിതാണ്. വെജിറ്റേറിയൻസിന് ഇപ്പം പനീർ അല്ലാണ്ട് തന്നെ വേറൊരു വെറൈറ്റി സംഭവമാണ് മഷ്റൂമിൻ്റെ തന്തൂരി എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.